എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മായ പ്രമോദ്. ഒഫീഷ്യലി എൻ്റെ നെയിം എന്ന് പറയുന്നത് മായ കിനിസ് എന്നാണ്. ഞാൻ എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ തൃശ്ശൂരാണ് താമസം, വരവൂര്. എൻ്റെ ഭർത്താവിൻ്റെ വീട് അവിടെയാണ്. ഭർത്താവിൻ്റെ പേര് പ്രമോദ് എന്നാണ്. എനിക്ക് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്. മൂത്ത മോൻ്റെ പേര് സൈദോ ബിലഹരി. അവനെ സച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുക. അവൻ 5th സ്റ്റാൻഡേർഡിലാണ്. JNJ സ്കൂൾ അത്താണിയാണ്. ചെറിയ മോൻ്റെ പേര് സിദ്രോ മൽഹാർ എന്നാണ്. അവനെ അച്ചൂട്ടി എന്നാണ് വിളിക്കുക. അവൻ അംഗൻവാടിയിലാണ് പഠിക്കുന്നത്. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മയും 3 ചേച്ചിമാരുമാണ്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പല സ്ഥലത്താണ് ജീവിക്കുന്നത്. അമ്മ മാത്രമാണ് തനിച്ച് നാട്ടിലുള്ളത്. അമ്മ ഇവിടെ അവിടെയായിട്ടാണ് മാറി നിൽക്കുക. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും 2 ബ്രദേഴ്സ്, അവരുടെ ഫാമിലിയാണുള്ളത്. നിലവിൽ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്. ഞാൻ ഇത്തരം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനൽ എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ആസ് എ വുമൺ, ആസ് എ ഡിസബിലിറ്റി വുമൺ, എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു ഇൻകം ആവശ്യമാണെന്ന് എനിക്ക് മുന്നോട്ട് തോന്നി. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മൾ ആരും ആയിക്കൊള്ളട്ടെ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നിലവിൽ ഞാനിപ്പോൾ എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. PhD ഞാൻ കംപ്ലീറ്റ് ചെയ്ത് സബ്മിഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. PhDയുടെ കാര്യമൊക്കെ നമുക്ക് വഴിയേ പറയാം. പറയാൻ കുറേ കഥകളുണ്ട്. ആക്ച്വലി ഞാനൊരു ഡിസബിലിറ്റി വുമനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ കാണുന്ന ഒരാൾക്ക് എൻ്റെ ഡിസബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ, എന്തെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ ആവശ്യത്തിന് പോകുമ്പോഴോ ഒക്കെ ഞാൻ സ്ഥിരം ഫേസ് ചെയ്യാറുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾക്കോ ഡിസബിലിറ്റി? എവിടെയാണ് നിങ്ങളുടെ ഡിസബിലിറ്റി? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും തോന്നുന്നില്ല, നിങ്ങളുടെ കാലിന് കുഴപ്പമില്ല, കൈക്ക് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഞാൻ ദിവസവും കേൾക്കുന്നൊരു കാര്യമാണ്. കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹം എപ്പോഴും ഒരു വ്യക്തിയെ കാണുന്നത് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടല്ല, അവരെ ജഡ്ജ് ചെയ്തുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് കിഡ്നിക്കകത്ത് ക്യാൻസർ എഫക്റ്റായി, വിംസ് ട്യൂമർ വന്ന് ക്യാൻസറായിട്ട് എൻ്റെ റൈറ്റ് കിഡ്നി റിമൂവ് ചെയ്തതാണ്. അതിനുശേഷം എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ലാലേട്ടൻ നടക്കുന്നത് പോലത്തെ ഒരവസ്ഥയാണ്. ഒരു തോള് ചെരിഞ്ഞ് ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എൻ്റെ നട്ടല് ഒരു കർവിങ്ങോടുകൂടി വളഞ്ഞ് വരുന്നുണ്ട്. ഏകദേശം ഞാനൊരു കൂലി പിടിച്ചതുപോലെയാണ് നടക്കുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കും, പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ചോദിക്കും, ഇതെന്താ ഇങ്ങനെ നടക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പറ്റിയതാണോ എന്നൊക്കെ ചോദിക്കും. ശരിക്കും എൻ്റെ ശരീരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഫ്റ്റർ എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് എനിക്ക് സ്കോളിയോസിസ് കൂടുതൽ എഫക്റ്റ് ആവുന്നത്. ഇൻബോൺ എനിക്ക് സ്കോളിയോസിസ് ഉണ്ടായിരുന്നുവെങ്കിലും അതത്ര ഒരു എന്താ പറയുക, സിവിയറായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. എൻ്റെ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ശേഷം എൻ്റെ റൈറ്റ് കിഡ്നി റിമൂവ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സിലേക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കടന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയാണ്, എൻ്റെ 10th ക്ലാസ്സിൽ എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ അമ്മ ജോലി ചെയ്തിരുന്ന വീട്ടിലൊരു ടീച്ചറുണ്ടായിരുന്നു എന്നെ പഠിപ്പിക്കാൻ. അപ്പോൾ എൻ്റെ ടീച്ചർ ബയോളജി ക്ലാസ്സിൽ ക്യാൻസറിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് റേഡിയേഷനെക്കുറിച്ചും കീമോയെക്കുറിച്ചും പറയുമ്പോൾ, നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയാണ്. അതൊരു പ്രത്യേകിച്ച് പ്രശ്നമായതുകൊണ്ടല്ല കേട്ടോ. നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളെന്നല്ല പറയുന്നത്, നമ്മളുടെ അസുഖങ്ങളെ, നമ്മൾ റിക്കവർ ചെയ്ത കാര്യങ്ങളെ ഒരു ഇടത്ത് നമ്മൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും തിരിച്ച് ജീവിതത്തിലേക്ക് കയറാൻ ഏതെങ്കിലും തരത്തിലൊരു ഒരു എനർജി ഉണ്ടാവും. അതൊരു മോട്ടിവേഷൻ എന്നല്ല ഞാൻ ഒരിക്കലും പറയാം, ഒരു എനർജി ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലാണ് ടീച്ചർ അതിനെ പ്രസൻറ്റ് ചെയ്തെന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മയാണ്. പിന്നെ 10th വരെ വളരെ ആവറേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു എൻ്റെ 10th ക്ലാസ് ഞാൻ പാസ് ചെയ്യുന്നത് 290 മാർക്കോടെയാണ്. +2 292 മാർക്കോടെയാണ്.
അപ്പോൾ എനിക്ക് നല്ല ഓർമ്മ എൻ്റെ അമ്മ പറയുന്നത്, എൻ്റെ മകള് 2 വർഷം കൂടുതൽ പഠിച്ചതുകൊണ്ട് 2 മാർക്ക് കൂടുതൽ എനിക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയാണ്. അന്ന് പക്ഷെ അമ്മ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, നിന്നെ വീട്ടിൽ ജോലിക്കാരി ശാന്തമ്മയുടെ മകൾ എന്ന് പറയുന്നതിന് പകരം മായ എന്നുള്ളൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുമായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയുമായിരുന്നു, നിൻ്റെ പുറത്ത് ഒരു സാധനം ഉണ്ട്, അത് നിൻ്റെ ജീവിതകാലം മൊത്തം ഉണ്ടാവും. അപ്പോൾ നീ വേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. നിൻ്റെ ചേച്ചിമാർ പഠിച്ചില്ലെങ്കിലും അവർക്ക് ചിലപ്പോൾ ഒരു ജീവിതം ഉണ്ടാവും. പക്ഷെ നീ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാവണമെന്നില്ല എന്ന് പറയുമായിരുന്നു. അത് പിന്നീട് എൻ്റെ ലൈഫിൽ പല സിറ്റുവേഷൻസിലും ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, എങ്ങനെ പോയി എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ ഒരാളാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ സ്കോളിയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് സമയത്തും, നമ്മുടെ ഏത് ഏജിലും ഏത് സമയത്തും വരാം. നിങ്ങളുടെ നട്ടലിലുണ്ടാവുന്ന ഒരു ചെറിയ വേദന പോലും നിസ്സാരവൽക്കരിക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിലേക്ക് തീർച്ചയായും പോകണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പ്രധാനമായിട്ടുമുള്ളത്, സ്കോളിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടല് ഒരു സൈഡിലേക്ക്, ഒരു ലംബാർ സൈഡിലേക്ക് വളയുന്നൊരു സിറ്റുവേഷനാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. സ്കോളിയോസിസ് തന്നെ പലതരത്തിലുണ്ട്. എനിക്കതിലുള്ളത് തൊറാസിക് എന്നുള്ള ഒരു ഇതിലുള്ള സ്കോളിയോസിസ് ആണ്. എൻ്റെ സ്കോളിയോസിസ് ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ചൈൽഡ്ഹുഡിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. അന്ന് അത്രയും ആ ട്രീറ്റ്മെൻറ്റ് വികസിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ എനിക്കത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നൊരു ഇതല്ല. ഒരുവിധം സ്കോളിയോസിസൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭേദപ്പെടുത്താൻ പറ്റുന്നതാണ്. പക്ഷേ സ്കോളിയോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. മിനിമം ഒരു പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിൽ 10-15 ലക്ഷം രൂപയോളം സർജറി, തുടർ ചികിത്സ ഒക്കെ ആയിട്ട് വരും. നമ്മുടെ നട്ടലിൻ്റെ വളവ് നിവർത്തിക്കൊണ്ട് അതിനകത്തേക്കൊരു ഒരു ഇതാണ് ഇടുന്നത്, എന്തോ എൻ്റെ പേരറിയത്തില്ല, ഒരു റോഡ് പോലത്തെ ഒരു സംഭവമാണ് ഇടുന്നത്. അത്തരം അത് ചിലപ്പോൾ ഇട്ടാലും പെയിൻ ഉണ്ടാവുമെന്ന് പറയുന്നത് കേൾക്കാം എന്നല്ല, പല പഠനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. UK എന്നൊക്കെ വരുന്ന പഠനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കോളിയോസിസ് എന്ന് പറയുന്നത് ഏകദേശം എൻ്റെ 4 ബോൺ, നമ്മളുടെ നട്ടല് അവസാനിക്കുന്നതിൻ്റെ തൊട്ട് താഴെ വരെയുള്ള 4 ബോണാണ് വളഞ്ഞ് ഏകദേശം ഒരു സെൻട്രൽ പൊസിഷനിൽ നിന്ന് വളഞ്ഞ് ഒരു S കർവിങ്ങിലാണ് എൻ്റെ നട്ടലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ ഒത്തിരിയധികം പ്രയാസമുണ്ട്. സ്കോളിയോസിസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രോത്തിങ് പീരീഡിലല്ല അതിൻ്റെ ഏറ്റവും പ്രശ്നം അത് കാണിക്കുന്നത്. നമ്മളുടെ ഓരോ ജീവിതം കടന്നു പോകുമ്പോഴും, നമ്മുടെ വയസ്സ് കടന്നു പോകുമ്പോഴും സ്കോളിയോസിസ് ഏറ്റവും സിവിയർ ആയിക്കൊണ്ടേയിരിക്കും. സ്കോളിയോസിസ് മൂലം ഡിപ്രഷൻ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. മെൻ്റലി ഉള്ള സ്ട്രെയിൻസ് കൂടുതലാവും. നമ്മൾ പലപ്പോഴും പാനിക്കാവും. മൂഡ് ഫ്ലക്ച്വേഷൻസ് പലതരത്തിലുണ്ടാവും, മൂഡ് സ്വിങ്സുകളുണ്ടാവും. പല മെഡിസിനുകൾ നമുക്ക് പലതരത്തിൽ എഫക്റ്റ് ചെയ്യും. ചില സ്മെല്ലുകൾ, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ടൽ വളയുന്നത് കൊണ്ട് നമ്മുടെ ചെസ്റ്റിനുള്ളിൽ നമ്മുടെ ലങ്സിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവും. അത്തരത്തിൽ നമുക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ്ങുകൾക്ക് സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഇനിയുള്ള കാലത്ത് ഏറ്റവും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, പെയിൻ കുറയ്ക്കാൻ ആ വളയുന്ന ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുന്നു എന്നുള്ളതാണ് പെയിൻ ഉണ്ടാവാനുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത്. അപ്പം നമുക്കത് പെയിൻ കുറയ്ക്കാൻ യോഗയ്ക്കകത്ത് തന്നെ സ്കോളിയോസിസ് ചെയ്യുന്ന പല ഇതുണ്ട്. ചില ചെറിയ എക്സർസൈസുകളുണ്ട്. യൂട്യൂബുകളൊക്കെ സെർച്ച് ചെയ്താൽ പലതരത്തിലുള്ള സ്കോളിയോസിസ് ഡോക്ടർമാർ കൊടുക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എങ്കിൽ പോലും ചില സമയങ്ങളിൽ ഞാൻ വീഴാറുണ്ട്. നിലവിലിപ്പം എൻ്റെ ബെഡ് റെസ്റ്റുകൾ കടന്നു പോകുന്ന സമയമാണ്. ഞാൻ എൻ്റെ PhDയുടെ സമയത്ത് ഒരുപാട് ഹെക്ടിക്കായിട്ട് വർക്ക് ചെയ്ത സമയത്ത് രാത്രിയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. 3-4 മണി വരെ. ചെറിയ കുട്ടികളായതുകൊണ്ട് അവരോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവരുടെ ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ അവർക്ക് ഞാൻ കൊടുക്കേണ്ട സമയം പോവുകയും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അവർക്കതൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും അവരുടെ കൂടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ രാത്രിയൊക്കെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇരുന്നിട്ടുള്ള വർക്കിനകത്ത് എൻ്റെ കഴുത്തിൻ്റെ ഡിസ്ക് ബൾജായി തുടങ്ങി പുറത്തേക്ക്. ഡിസ്കിന് തേയ്മാനമല്ല, ബൾജാകുകയാണ്. അപ്പോൾ അത് ബൾജായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇതെനിക്ക് സ്കോളിയോസിസ് കൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. മുൻപൊരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ട് 6 മാസത്തോളം കംപ്ലീറ്റ് കിടപ്പായിപ്പോയ ഒരാളാണ് ഞാൻ. എൻ്റെ കൈ അതായത് നമുക്ക് കൈ ഉണ്ടെന്നേ ഉള്ളൂ,
ബലമായിട്ടൊന്നും പിടിക്കുവാനോ എടുക്കുവാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. ട്രാക്ഷൻസ് ഇട്ടും മെഡിസിൻ പ്രോപ്പറായിട്ട് എടുത്തുമാണ് ഇങ്ങനെ പോയത്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കൊരിക്കലും പെയിൻ കില്ലേഴ്സ് എടുക്കാൻ പറ്റില്ല. എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കൊണ്ടിട്ട് ഞാൻ സ്ഥിരം നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുണ്ട് നമ്മുടെ സാറിൻ്റെ ഒരു ഇതിൽ പെയിൻ കില്ലറുകൾ എനിക്ക് ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല. ഈവൻ പാരസെറ്റമോൾ പോലും എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അത്രയും പനി വരുന്ന സമയത്ത് അതിൻ്റെ ഒരു കാൽഭാഗം മാത്രമാണ് എനിക്ക് കഴിക്കാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു അസുഖം വന്നുവെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളെ എഫക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മാനസികമായി നമ്മൾ എവിടെ തകരുന്നോ അവിടെ നിന്നാണ് നമ്മളുടെ തകർച്ചയും പൂർണ്ണമാകുന്നത്, ശാരീരികമായിട്ടും എല്ലാം. അപ്പം നമ്മൾ മുന്നോട്ട് പോയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളെ മറികടക്കാൻ പറ്റുമെന്ന് ജീവിതത്തിൽ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പബ്ലിക് സ്പീക്കറായി പോകാറുണ്ട്. ജോഷ് ടോക്കിൽ എൻ്റെ ഒരു ടോക്ക് മുൻപ് വന്നിട്ടുണ്ട്. പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാറുണ്ട്. കാസ്റ്റ്, ജെൻഡർ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മൈനോറിറ്റി ഇഷ്യൂസ്, ലാൻഡ്, ഇൻ്റർസെക്ഷനാലിറ്റി, പിന്നെ ഡിസബിലിറ്റി എന്നുള്ള ഒരു ഇതിൽ ഒക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് കോളേജുകളിലൊക്കെ ആയിട്ട്, പബ്ലിക് സ്പീക്കറൊക്കെ ആയിട്ട്. അപ്പം ഇത്തരത്തിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വരുന്ന സബ്ജക്റ്റുകൾ സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെ കൃത്യമായി പഠിച്ച് തന്നെ സംസാരിക്കുമെന്നും ഞാൻ പറയുകയാണ്. അപ്പം എൻ്റെ ഈ കുഞ്ഞു ചാനലിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. മുന്നോട്ട് എനിക്ക് ഇത് വലിയൊരു സഹായമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ ചുറ്റിനുള്ളവർക്കോ നട്ടലിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അത് പറയണം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്യുന്നതാണ്. സ്കോളിയോസിസ് ഒരു ചെറിയ പ്രശ്നമല്ല, അതൊരു ചെറിയ പ്രശ്നമായിട്ട് ഒരിക്കലും കരുതരുത്. നിങ്ങളുടെ കുട്ടി നടക്കുന്നതിനകത്തൊരു ചെറിയ പ്രശ്നം, ഒരു വളവ് അവൻ കാണിക്കുന്നുണ്ടെങ്കിൽ, അവനോ അവളോ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ചാനലിന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 3.5 വർഷത്തോളം എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ സീരിയസ് ആയിട്ട് ഞാൻ ഒരിക്കലും അതിനെ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ പലരുടെയും ചാനലുകൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ഒരു ഭയങ്കര ആഗ്രഹത്തിന്മേലാണ് ഞാനിത് വീണ്ടും പൊടിതട്ടി എടുക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ സ്കോളിയോസിസ് ഉള്ളവരാണെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിലും നമ്മളെ കളിയാക്കാനായിട്ട് നമ്മളെ ഏതെങ്കിലും തരത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും നമ്മുടെ ചുറ്റുപാടും. എനിക്കും അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഞാനൊരു ഷോപ്പിനകത്ത് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് എനിക്ക് അവരെ അറിയത്തുപോലുമില്ല. അല്ലെങ്കിൽ ഞാൻ കയറിയ സമയം തൊട്ട് എൻ്റെ ഏട്ടൻ്റെ മോള് നഴ്സിങ്ങിന് പോകുന്നതിന് തൊട്ട് മുൻപ് ഞാൻ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്, അവളും ഞാനുമായിട്ട്. അപ്പോൾ എനിക്ക് കുട്ടീനെ അധികം നേരം എടുത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മോളാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറേ നേരം ഇങ്ങനെ നിൽക്കാനും ഇരിക്കാനും ഒക്കെ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. നട്ടലിൻ്റെ താഴോട്ട് നല്ല പെയിൻ ഉണ്ടാവും. ആ പെയിൻ എൻ്റെ ലെഫ്റ്റ് ലെഗിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ കുനിഞ്ഞ് കൈകുത്തി ഇങ്ങനെ നിന്നിട്ട് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ ലേഡി വന്ന് എന്നോട് എന്തോ ചോദിച്ചു. അപ്പം ഞാനത് എനിക്ക് അറിയത്തില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അവരോട് എന്തോ മറുപടി പറഞ്ഞ് തിരിഞ്ഞപ്പം അവർ നേരെ എൻ്റെ പുറത്ത് എൻ്റെ നടുവിൻ്റെ വളവുള്ള ഭാഗത്ത് തൊട്ടുകൊണ്ട് ഇതെന്താ ഇങ്ങനെയെന്നാണ് ചോദിച്ചത്. അത് എന്നെ സംബന്ധിച്ച് വളരെ പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാര്യം എനിക്കൊരിക്കലും എന്നോടൊരാൾ ചോദ്യം ചോദിക്കുമെന്നുണ്ടെങ്കിലും എനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ലായിരുന്നു, ഇങ്ങനെ തൊട്ടുകൊണ്ട്. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞത് അവർക്കറിയാവുന്നൊരു ഡോക്ടർക്ക് ഇങ്ങനെയുണ്ട്, പക്ഷെ അവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയത്തില്ല അവർക്ക് എങ്ങനെ ഞാൻ വിജയിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ടോ എന്ന് അവർക്ക് എങ്ങനെ അറിയാമെന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എനിക്കുണ്ടായ ഡിസബിലിറ്റി, എനിക്കുണ്ടായ ക്യാൻസർ, അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നത്, ഞാൻ ജനിച്ച ഇതൊന്നും എന്നെ ഒരാൾക്ക് ജഡ്ജ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മോള് പൊന്നുസാണ് അവരോട് ഇതെന്താ നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അപ്പോഴും അവർ ഇത് തന്നെയാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു പാനിക്കായ സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാര്യം എൻ്റെ ഡിസബിലിറ്റിക്ക് മേലെ അല്ലെങ്കിൽ എൻ്റെ സ്കോളിയോസിന് മേലെ പുറത്തൊരു തേങ്ങയിൽ വെച്ചിട്ടാണോ നടക്കുന്നത് എന്നുള്ള കമൻസ് വരെ കേട്ടിട്ടുള്ള ഒരാളാണ് ജീവിതത്തിൽ ഞാൻ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഞാൻ പാനിക്കാവുകയും ടെൻസ്ഡ് ആവുകയും സങ്കടം വരികയാണ് ചെയ്തത്. എനിക്കൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ ഹാൻഡിൽ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിലോ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിലോ നിങ്ങൾ എൻ്റെ കമൻറ്റിൽ പറയുക. ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ഒരു പുണ്യ റംസാൻ മാസത്തിൽ
ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.